എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ അന്നമനയുടെ KCB ഓഫീസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇന്നലെ ഒരു 12 മണിക്ക് ഉള്ളിൽ ഒരു 11:56 കൂടി ഈ പ്രദേശത്തുള്ള കുറേ പേർ ഈ KCB ഓഫീസിലേക്ക് വരികയും ഇവിടുത്തെ ജീവനക്കാരോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും KCB ഓഫീസിൻ്റെ റിസപ്ഷനിൽ വെച്ചിട്ടുള്ള ആ ഗ്ലാസ്, കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഗ്ലാസ് ഇട്ട ഭാഗം തകർക്കുകയും അവിടെയൊക്കെ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ഇതിൻ്റെ തൊട്ടടുത്തുള്ള സബ്സ്റ്റേഷൻ പരിസരത്തേക്ക് പോവുകയും അവിടുത്തെ ഒരു ജീവനക്കാരനെ മർദ്ദിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തു. സബ്സ്റ്റേഷൻ പരിസരത്തേക്ക് ഇവിടുത്തെ ജീവനക്കാർക്ക് വരെ പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് ഇവർ ഇത്തരം ഒരു കാര്യം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കും, ഇവർ വന്ന സമയം 11:56 12 മണിയോട് അടുത്ത സമയത്താണ്. ഈ സമയത്ത് ഇവിടെ കറണ്ട് പോയിരുന്നു. അതായത് സംസ്ഥാനപരമായിട്ട് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കൂടുതൽ ലോഡുള്ള ഫീഡറുകൾ ഓഫ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ഡെസ്പാച്ച് സെക്ടറിൽ നിന്നാണ് ഓഫാക്കുന്നത്. അത് ഈ KCB ഓഫീസിൽ നിന്ന് പോലും അല്ല. 8 മണി മുതൽ 8:25 വരെയും തുടർന്ന് 11:45 മുതൽ 12:10 വരെയുമാണ് ഇവിടെ ഈ KCB വൈന്തല ഫീഡറിൽ കറണ്ട് ഓഫ് ചെയ്ത്, പവർ ഓഫ് ചെയ്ത്. അതും ഇവിടെ നിന്ന് ഓഫാക്കുന്നത് നല്ലത്. ഡെസ്പാച്ച് സെക്ഷനിൽ നിന്നാണിത് അവർക്ക് നേരിട്ട് ഓഫാക്കാവുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അർജൻറ്റീനയുടെ കളി കാണാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഇവർ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. എന്നാൽ 12:10 കൂടി ഈ സെക്ടറിൽ, വൈന്തല സെക്ടറിൽ കറണ്ട് വന്നു. കളി നടക്കുന്നത് 12:30-ക്കാണ്. 11:56 കൂടിയിട്ടാണ് ഈ പറയുന്ന പ്രദേശവാസികൾ ഇവിടെ വന്ന് ഈ KCB ഓഫീസിൻ്റെ കൗണ്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റ് KCBയുടെ ഒരു ഓഫീസിലേക്ക് അവിടേക്ക് കയറി അവിടുത്തെ ജീവനക്കാരനെ ആക്രമിക്കും. അയാളിപ്പോൾ ആ ജീവനക്കാരൻ ഹോസ്പിറ്റലൈസുമാണ്. ഉൾപ്പെടെയുള്ള ആളുകൾ മാള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിരിക്കുകയാണ്. വളരെ ദൗർഭാഗ്യകരമായിട്ടൊരു സംഭവമാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും, സംസ്ഥാനപരമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഈ KCB സ്റ്റേഷനിലെ ഇവിടുത്തെ എയ്ക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാർക്കോ ഒന്നും ഇതിൽ പങ്കില്ല. പക്ഷേ നമുക്ക് പലപ്പോഴും ഇതൊന്നും അറിയാതെ നമ്മൾ ആവേശത്തിലും നമ്മൾ വൈകാരികമായി ഇടപെടുന്നു. ഇവിടുത്തെ ജീവനക്കാർ ഈ KCB ഓഫീസിലെ സബ്സ്റ്റേഷൻ പരിസരത്തേക്ക് കയറാൻ പോലും പാടുള്ളതല്ല. പക്ഷേ അവിടെയാണ് അവിടുത്തെ ജീവനക്കാരന് ഇപ്പോൾ മർദ്ദനം ഏറ്റിട്ടുള്ളത്. ഒരു കാരണവശാലും അർജൻറ്റീനയുടെ കളി നടക്കുന്ന സമയത്ത് ഇവിടെ പവർ ഓഫാക്കിയിട്ടില്ല. ഇവിടെ പവർ ഓഫാക്കിയിട്ടുള്ളത് 8 മണി മുതൽ 8:25 വരെയും 11:45 മുതൽ 12:10 വരെയുമാണ്. ഇതൊന്നും അറിയാതെയാണ് ഈ പ്രദേശവാസികൾ അന്നമനയുടെ KCB ഓഫീസിലേക്ക് കയറി ആക്രമിക്കുകയും അവിടുത്തെ ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സബ്സ്റ്റേഷനിൽ ജീവനക്കാരനായിട്ടുള്ള ആളെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികൾക്ക് കൃത്യമായിട്ട് തന്നെ നിയമപരമായി മറുപടി നൽകണമെന്നാണ് പറയുന്നത്. ജീവനക്കാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള, പ്രത്യേകിച്ച് KCB പോലുള്ള സംവിധാനങ്ങളിൽ ഇതുപോലുള്ള ഭീകരാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ, കാരണം രാവും പകലും, പ്രത്യേകിച്ച് മഴക്കാലം ആയതിനാൽ ഇവിടുത്തെ ജീവനക്കാർ രാവും പകലും എത്രത്തോളം സുരക്ഷിതർക്കുണ്ടെന്നുള്ള അറിയാം. അങ്ങനെ ഇടപെടുന്ന ഈ KCBയിലെ ജീവനക്കാർക്കെതിരെ ഉണ്ടായിരുന്ന ഈ ആക്രമണ പരിപാടി അത് തീർച്ചും അപലപനീയമാണ്. പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തണം. അർജന്റീനയുടെ കളി കാണുന്ന സമയത്ത് അന്നമനയുടെ ഫീഡറിൽ ഒരു ഫീഡറും ഓഫാക്കിയിട്ടില്ല. നന്ദി, നമസ്കാരം.